ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇത് മീനയാണ്. 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. എടുത്തു വെച്ച വീഡിയോ ഇന്നാണ് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം വരെ കിട്ടിയത്. ചിങ്ങം 1-ാം തീയതിയായിട്ട് രാവിലെ കരിക്കകം ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞ് അമ്മയും മക്കളും കൂടെ ഇറങ്ങി. 2 പേരും വീഡിയോ ഞങ്ങൾ എടുക്കുകയേ ചെയ്യരുത്, എന്നാൽ മാത്രം ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. വൈഷ്ണവാണ് വീഡിയോസ് എടുത്ത് തന്നത്. അപ്പോൾ S24 എടുത്തിട്ട് എന്താ അമ്മ ഇത് ഫംഗ്ഷനൊന്നും പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കുറേ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ എന്താ സ്റ്റഡി ആയിട്ട് ക്യാമറ, ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ എനിക്ക് വണ്ടിയിലിരുന്ന് പറഞ്ഞു തന്നു. പതിവിലും ഭയങ്കര തിരക്കായിരുന്നു കരിക്കയം ക്ഷേത്രത്തിൽ. സാധാരണ അമ്പലത്തിലും ഉത്സവത്തിനും ഉള്ളതിനേക്കാളും കൂടുതൽ തിരക്ക് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് വരെ ഞാൻ ആ ലൈനിൽ നിന്നിട്ടാണ് എനിക്ക് അമ്പലത്തിലേക്ക് എത്താൻ പറ്റിയത് തന്നെ. അത്ര തിരക്കായിരുന്നു. പോലീസെല്ലാം മാക്സിമം ഇവിടെ നിന്നിട്ട് ട്രാഫിക്കെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി ട്രാവൽസിലെ ബസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും അവിടെ. പിന്നെ അന്നദാനത്തിനുള്ള തിരക്കും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. ചിങ്ങം 1-ാം തീയതിയും ഞാൻ കരിക്കകം അമ്പലത്തിൽ പോകാറുണ്ട്. കരിക്കകം അമ്പലം എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ശരിക്കും കുടുംബ വീടും ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കുളിച്ച് അവിടെ ആ ലൊക്കാലിറ്റിയിലുള്ള കുറേ ആൾപ്പെണ്ണുങ്ങളെല്ലാം ലേഡീസെല്ലാം വരും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൂടെ നടന്ന് വന്ന് റെയിൽവേ ക്രോസ് അങ്ങോട്ട് പോകില്ല, പാളം മുറിച്ച് കിടന്നാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തുക. അമ്പലത്തിൽ വന്നു. അന്ന് ഇത്രയും വലുതൊന്നുമല്ല അമ്പലം, വളരെ ചെറിയ അമ്പലമാണ് ആ സമയത്ത്. ഒരു കിളിമരമൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് മണ്ണെല്ലാം വാരി കളിച്ച് അങ്ങനത്തെ ഒരു കുട്ടിക്കാലമൊക്കെ എപ്പോഴും കരിക്കകത്ത് വരുമ്പോൾ ഓർമ്മ വരും. അങ്ങനെ അമ്പലത്തിൽ വന്നു, ഞാൻ തൊഴുതു. അപ്പോൾ സ്ഥിരം അമ്പലത്തിൽ വരുന്നത് കൊണ്ട് എല്ലാ അവിടുത്തെ മേൽശാന്തിമാർക്കും അല്ല അവിടുത്തെ കാര്യകാരണങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എൻ്റെ സ്ഥിരം പൂ വാങ്ങുന്ന കടയാണ്. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൂവും വാങ്ങിച്ചു നേരെ അമ്പലക്കുളത്തിൽ പോയി കാല് കഴുകി നേരെ അമ്പലത്തിലേക്ക് പോയി അമ്മയെ കണ്ട് നന്നായിട്ട് തൊഴുതു. ഈ ഒരു പിന്നെ ചിങ്ങം 1-ന് എല്ലാം നല്ലതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. നന്നായിട്ട് തൊഴുതു. മക്കളും ഉണ്ടായിരുന്നു. സാധാരണ അമ്പലത്തിലൊന്നും വിളിച്ചാൽ വരേയില്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അമ്പലം എന്താണ് അല്ലെങ്കിൽ അമ്പലത്തിൽ എന്തിനാണ് പോണേന്ന് പോലും അവർക്ക് അറിയില്ല. അവർ തിരിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും നമുക്ക് ആൻസറബിളും അല്ല. നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോയി ഞാൻ നന്നായിട്ട് തൊഴുതിട്ടാണ് തിരിച്ച് വന്നത്.